ദൂദ്സാഗർ ട്രെക്കിംഗ് തുടങ്ങിയാണ്. ഇതാണ് നമ്മുടെ ഗ്യാങ് ഗ്രൂപ്പ്. കുലിയമല നിന്ന് ഒരു 1.5 കിലോമീറ്റർ അവരുടെ ദൂദ്സാഗർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ദൂദ്സാഗർ പാർക്കിംഗ് എത്തണം. പാർക്കിങ്ങിൽ നമ്മൾ ഈ ഗ്രൂപ്പിനെ ജോയിൻ ചെയ്യണം. നിറച്ചും കൂണ്. അതിലൂടെ നടന്നിട്ട് വീണ്ടും ട്രാക്ക് എത്തി. ഏത് റൂട്ടാണ് പോകുന്നൊരു പിടുത്തമില്ല. എന്നാലും കിടിലൻ തന്നെയാണ്. ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെക്കിങ്, അല്ലെങ്കിൽ ഏറ്റവും ദൂരമുള്ള ഒരു ട്രെക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. 12 കിലോമീറ്റർ അങ്ങോട്ടും 12 കിലോമീറ്റർ ഇങ്ങോട്ടും, 24 കിലോമീറ്റർ. പോകുന്ന വഴിക്ക് ഒരു മനോഹര ചെറിയൊരു വെള്ളച്ചാട്ടം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 കിലോമീറ്ററാണ് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നത്. പിന്നീട് ഫോറസ്റ്റിലേക്ക് കടക്കും. മൊത്തം കാടാണെന്നൊക്കെയാണ്. അതിലൂടെ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഒരു 2-2.5 കിലോമീറ്റർ ആയി തോന്നുന്നേ. നമ്മൾ ക്ഷീണം തുടങ്ങി ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. നല്ല രസമുണ്ട് ഈ ട്രാക്കിലൂടെയും. കാടിൻ്റെ ആ ഒരു വൈബും. അതാ ചുറ്റും കാടും. ഇതിൻ്റെ ഇതാണ് റെയിൽവേ ട്രാക്ക്. ഇനിയും കാട് കണ്ട. നമ്മുടെ റെയിൽവേ ട്രാക്കിലെ യാത്ര കഴിഞ്ഞു. ഇപ്പോൾ 4 കിലോമീറ്റർ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി കാടിലൂടെയുള്ള ഒരു ട്രക്കിംഗ് ആണ്. രണ്ട് ആളുകൾ പോകുന്നു. ഇവിടുന്ന് ഇനി താഴെ ഇറങ്ങിപ്പോണം. ഈ കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇതിലെ മനോഹരമായ യാത്ര. ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെയാണ് 9 to 5:30. കാട്, ആ വള്ളികളൊക്കെ. വെള്ളം നോക്കണ്ട, എന്ത് ശുദ്ധമായ വെള്ളം. നമ്മളിപ്പോൾ ഏകദേശം 5 കിലോമീറ്ററുകളായി. ഇനിയുണ്ട്. എൻ്റെ കാടിൻ്റെ വള്ളികളും അതിൻ്റെ ഭംഗി നോക്കി. അപ്പോൾ കുറച്ച് തുറസായ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാണ്. കണ്ട, ഈ റോഡെന്ന് പറയുന്നത് ശരിക്കും ട്രക്കിംഗ് റോഡല്ല. ഇത് ജീപ്പ് സഫാരി പോകുന്ന റോഡാണ്. ജീപ്പ് ഉണ്ട്, പക്ഷെ ഇപ്പം ജീപ്പ് അതിന് തുടങ്ങിയിട്ടില്ല. കാരണം ചില സ്ഥലത്തൂടെ പുഴ ഒഴുകുന്നുണ്ട്. അതാണ് ഇത്രയും വലിയ ഇത്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ കാട് വഴിയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് വഴി നോക്കി കിട്ടില്ലേ അല്ലേ? കിട്ടില്ല തന്നെ.
അടിപൊളി. നിറച്ചും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ടഫായിട്ടുള്ളതാണെന്ന് തോന്നുന്നു ട്രക്കിങ്. കാരണം മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഒരു മരം മുറിച്ചിട്ടിന് ഇത് റൈറ്റ് സൈഡ് പോകണം. നമ്മളിവിടെ കുറച്ച് നേരം വിശ്രമിക്കുകയാണ്. ഇവിടുന്ന് റെയിൻ കോട്ടൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങണം. ഭയങ്കര മഴയാണ്. നമുക്ക് ഇത് ഇവിടുന്ന് വെള്ളം റിഫ്രഷ് ആവുന്ന സ്ഥലമാണ്. ഇതിലൂടെയാണ് പോകേണ്ടത്. ഇനി 3 കിലോമീറ്റർ ഉള്ളതെന്നാണ് പറയുന്നത്. ഈ മല കയറിപ്പോയി ആ വെള്ളച്ചാട്ടം കാണാം. നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നല്ല മഴ പെയ്ത് എല്ലാവരും കണ്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. മൊത്തം ചെളിയാണ് മഴ പെയ്തിട്ട്. 3 കിലോമീറ്ററേ ഉള്ളൂ ഇനി. ഇതൊരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. കുറച്ച് ട്രക്കിങ് തുടങ്ങി. അങ്ങനെ കയറണം. വെള്ളച്ചാട്ടം എത്താനായി. ഞാൻ ഇവിടുന്ന് കണ്ടു ചെറുങ്ങനെ. അങ്ങനെ 10 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് നടത്തും. 2 കിലോമീറ്ററുടെ തുടക്കം. അതെല്ലാം ചെയ്തിട്ട് 12 കിലോമീറ്റർ നടത്താൻ അവസാനിക്കാൻ പോകുന്നു. ഭയങ്കരം തന്നെയായിരുന്നു. സ്പെഷ്യലി റെയിൽവേ ട്രാക്കിലെ യാത്ര ദുഷ്കരമായിരുന്നു. ബാക്കി കുഴപ്പമൊന്നുമില്ല. കാടും മലയും കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാം. നഗരത്തിയെത്തി. മുകളിൽ വരെ കയറിപ്പോ. ഇതിലൂടെ കടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനിയും കുറച്ച് മുകളിൽ കയറി പോകണം. എന്ത് വലിയ മരം നോക്കി. എത്താനായി. എന്താ കാഴ്ചകൾ. ആക്ച്വലി വെള്ളച്ചാട്ടത്തിന് അടുത്തുള്ള കാഴ്ചകളാണ്.